അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 68. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ആ സംഖ്യകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാനിത് രണ്ട് തരത്തിൽ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഏത് വഴിയാണോ എളുപ്പം ആ വഴി എടുക്കാം. ഇത് ശരിക്കും ചെയ്യുന്ന വഴി ആദ്യം, രണ്ടാമത് നമ്മൾ നമ്മുടെ കുറുക്കു വഴിയിലേക്ക് കടക്കും. ഓക്കെ, അപ്പൊ കുറുക്കു വഴിയിലേക്ക് പോകുന്നതിന് മുമ്പ് ശരിക്കുള്ള വഴി നമുക്കൊന്ന് പഠിക്കാം. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? രണ്ട് സംഖ്യകളുണ്ട്, രണ്ട് ഇരട്ട സംഖ്യകളുണ്ട്. എന്താ ഇരട്ട സംഖ്യകൾ? അത് തുടർച്ചയായ ഇരട്ട സംഖ്യകളാട്ടോ. അപ്പൊ ആദ്യത്തെ ഇരട്ട സംഖ്യനെ ഞാൻ എ എന്നെടുത്താൽ തൊട്ടടുത്ത് കിടക്കുന്ന ഇരട്ട സംഖ്യ എത്രയായിരിക്കും? ആദ്യത്തെ ഇരട്ട സംഖ്യ എ എന്നെടുത്താൽ എന്താ അവർക്കിടയിലുള്ള വ്യത്യാസം? 2 ആണ് അല്ലെ? ഇരട്ട സംഖ്യകൾ 2, 4, 6, 8 ഏത് അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ഇരട്ട സംഖ്യകൾ എടുത്താലും അവർക്കിടയിൽ വരുന്ന വ്യത്യാസം അത് +2 അല്ലെങ്കിൽ -2. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ 2 ആണെങ്കിൽ, ആദ്യത്തെ ആളെ ഞാൻ 4 ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഇരട്ട സംഖ്യ കിട്ടാൻ ഞാൻ 4ന്റെ കൂടെ 2 കൂട്ടണം. അപ്പൊ ഞാൻ ആദ്യത്തെ സംഖ്യ എ എന്നെടുത്താൽ തൊട്ടടുത്ത് കിടക്കുന്ന ഇരട്ട സംഖ്യ അത് എയുടെ കൂടെ 2 കൂട്ടുന്നതാണ്. a + 2 ആണ്. ക്ലിയർ ആണേ? ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിലെ വലിയ സംഖ്യ എന്ന് പറയുന്നത് a + 2ഉം ചെറിയ സംഖ്യ എയും ആണ്. അതൊക്കെ അറിയാലോ. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവയുടെ വർഗങ്ങൾ എന്ന് പറഞ്ഞാൽ എയുടെ സ്ക്വയർ a² തന്നെ, a + 2ന്റെ സ്ക്വയർ a + 2 ഹോൾ സ്ക്വയർ. ഈ വർഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് തന്നിരിക്കുന്നത് 68. അപ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് a + 2ന്റെ വർഗത്തിൽ നിന്ന് a² കുറച്ചാൽ നമുക്ക് 68 കിട്ടും. ഇത്രയുമാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് സംഖ്യ കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കാം. a + 2 ഹോൾ സ്ക്വയർ ഇത് ഏത് രൂപത്തിലാണ് കിടക്കുന്നത്? a + b ഹോൾ സ്ക്വയർ എന്ന രൂപത്തിലാണ് കിടക്കുന്നത് അല്ലെ? എന്താ അതിൻ്റെ എക്സ്പാൻഷൻ ഫോം? a² + 2ab + b². ഇത് നമ്മൾ കുറേ ചെയ്ത് പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് എത്രയാ? a എന്ന് പറയുന്നത് a തന്നെ, b എന്ന് പറയുന്നത് 2 കൊടുത്തു കഴിഞ്ഞാൽ a + 2 ഹോൾ സ്ക്വയർ എന്തായി? നമുക്ക് ചെയ്യാം. അത് a² + 2 × a × 2 + 2² എന്നായി. ഓക്കെ, അപ്പോൾ a² + 2ഉം 2ഉം ഗുണിച്ചാൽ 4, 4a എന്നായി, പ്ലസ് 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് അതും 4. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? a² + 4a + 4 എന്ന് കിട്ടി. ക്ലിയർ ആണേ? അപ്പൊ നമുക്കിനി a² + 2ന് പകരം നമ്മൾ എന്ത് എഴുതും? ഇപ്പൊ കിട്ടിയ ഉത്തരം എഴുതും. എന്ത്? a² + 4a + 4. കഴിഞ്ഞില്ല, ഇനി ആരും കൂടി ഉണ്ടടാ, ഒരു -a² കൂടി ഉണ്ട് അല്ലെ? a + 2 ഹോൾ സ്ക്വയറിന്റെ ഉത്തരാണ് നമ്മൾ ഇത്രയും എഴുതിയത്. ഇനി ഒരു -a² കൂടി ഉണ്ട്, -a² കൂടി ഉണ്ട്. അത് ചെയ്താൽ കിട്ടുന്ന ഉത്തരാണ് നമുക്ക് തന്നിരിക്കുന്നത്, അത് 68 എന്നുള്ളത്. ഇനി ഇവിടെ ഈ +a² -a² തമ്മിൽ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താകും? അത് 0 ആയി പോകും, ക്യാൻസൽ ആയി പോകും. ബാക്കി ആരേ ഉള്ളൂ? 4a + 4 എന്ന് പറയുന്നത് 68. ഈ രണ്ട് പദങ്ങളിലും ആരാ പൊതുവായിട്ടുള്ളത്? രണ്ട് പദങ്ങളിലും പൊതുവായിട്ടുള്ളത് 4 ആണ്. അപ്പൊ 4നെ ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് 4 പോയാൽ അവിടെ a മാത്രം, പ്ലസ് രണ്ടാമത്തെ പദത്തിൽ നിന്ന് 4 പോയാൽ അവിടെ 0 ആണെന്നോ ആരുമില്ല എന്നോ വിചാരിക്കരുത്. അവിടെ ആരുണ്ടടാ? 1 ഉണ്ട്. ഓക്കെ, അപ്പോൾ a + 1 എന്ന് പറയുന്നത് എന്താ? 68/4 എന്ന് വരും അല്ലെ? ഗുണനം 4നെ ഞാൻ അപ്പുറത്തേക്ക് തട്ടിയാൽ അത് ഹരണമാകും. നമ്മൾ കുറെ എക്സാമ്പിളായി പഠിക്കുന്നു. അപ്പൊ എയുടെ കൂടെ a + 1 എന്ന് പറയുന്നത് 68/4 ആണ്. 68/4 ആണ്. അങ്ങനെയാണെങ്കിൽ a എന്തായിരിക്കും? അത് 68/4-ൽ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്നതായിരിക്കും. ആണേ, 68നെ 4 ഭാഗങ്ങളാക്കി കിട്ടുന്നതിൽ നിന്നും 1 കുറയ്ക്കുന്നതായിരിക്കും. ഇത്രയും ക്ലിയർ ആണേ? എങ്കിൽ a എത്രയാ? 68നെ 4 കൊണ്ട് ഹരിച്ചാൽ എന്താ? 4 കൊണ്ട് ഹരിക്കാനുള്ള എളുപ്പവഴി 68നെ 2 തവണ പകുതിയാക്കുക. 68/4 എന്ന് പറഞ്ഞാൽ
68/4 എന്ന് പറഞ്ഞാൽ 68ന്റെ പകുതി അത് 34 അല്ലെ? ഇനി 34ന്റെ പകുതി എടുക്കുക. 34ന്റെ പകുതി എത്രയാ? അത് 17. ക്ലിയർ? ഓക്കെ. അപ്പൊ 68/4 എന്ന് പറയുന്നത് നമുക്ക് കിട്ടി, അത് 17. 17ൽ നിന്ന് ഒന്ന് കുറച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ ആദ്യത്തെ സംഖ്യ എ എന്ന് പറയുന്നത്. അത് 16. അപ്പൊ ആദ്യത്തെ സംഖ്യ 16 എന്ന് കിട്ടി. ഇനി അടുത്ത സംഖ്യ കിട്ടണമെങ്കിലോ? ഇരട്ട സംഖ്യയാണ് അല്ലെ? 16ന്റെ കൂടെ 2 കൂട്ടണം, 18. അപ്പൊ നമ്മുടെ സംഖ്യകൾ ഏതൊക്കെ? അത് 16, 18. 16, 18 ഓപ്ഷൻ എ ആണ്. ഇങ്ങനെയാണ് ഈ ഉത്തരം ശരിക്കും കണ്ടുപിടിക്കുന്നത്. ഇനി കുറുക്ക് വഴി വേണ്ടേ? അപ്പൊ കുറുക്ക് വഴിയിലേക്ക് പോവാം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം തന്നിട്ട് സംഖ്യകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പരിപാടി, ആ സംഖ്യകളുടെ തുകയെടുക്കും. ഇവിടെ തന്നിട്ടുണ്ട് രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 68 തന്നിട്ടുണ്ട്. ആ വ്യത്യാസത്തിനെ 4 കൊണ്ട് ഹരിക്കുക. ഇപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? തുടർച്ചയായിട്ടുള്ള 2 ഇരട്ട സംഖ്യകളുണ്ട്, അവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം അതാണ് 68. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ രണ്ട് സംഖ്യകളുടെയും എക്സാക്ട് നടുവിൽ കിടക്കുന്ന സംഖ്യ, കൃത്യം നടുക്ക് വരുന്ന ആളെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ 4, 6 അതിനിടയിൽ വരുന്ന സംഖ്യ ഏതാ? 5 അല്ലേ? 8, 10 അതിനിടയിൽ വരുന്ന സംഖ്യ ഏതാ? 9. 24, 26 അതിനിടയിൽ വരുന്നത് 25. അങ്ങനെ ഇത്തരത്തിൽ ഇടയിൽ വരുന്ന സംഖ്യനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ 68/4 നമുക്ക് ചെയ്താൽ 68ന്റെ പകുതി 34, 34ന്റെ പകുതി 17. അപ്പൊ 17 ഇവർക്കിടയിൽ വരുന്ന സംഖ്യ, പൂർണ്ണസംഖ്യ. എങ്കിൽ ചെറിയ സംഖ്യ ഏതായിരിക്കും? 17ന്റെ മുന്നിലുള്ള ആള് അത് എത്രയാ? അത് 16. അപ്പൊ അടുത്ത സംഖ്യ ഏതാ? 17 കഴിഞ്ഞു വരുന്ന സംഖ്യ അത് 18. ഇങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കുക. മക്കളെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2 ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസമാണ്. ഓക്കെ. ഇതേപോലെ ഒറ്റ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം ചോദിച്ചാലും സെയിം മെത്തേഡ്. എന്താണ്? 4 കൊണ്ട് ഹരിക്കുക. തന്നിരിക്കുന്ന വ്യത്യാസത്തെ 4 കൊണ്ട് ഹരിക്കുക. അങ്ങനെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കൃത്യം നടുവിൽ കിടക്കുന്ന ആളെ കിട്ടും. ഇനി എന്താ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഒന്നിടവിട്ട സംഖ്യകൾ എന്ന് ചോദിച്ചാലും ഇതേ പരിപാടി. ഓക്കെ ആണോ? ഞാൻ 2 എക്സാമ്പിൾ കൂടി പറയാം. ഇതേ മോഡലിൽ 2 എക്സാമ്പിൾ കൂടി പറയാം. ചോദ്യം ഇങ്ങനെയാണ്. 2 ഒറ്റ സംഖ്യകൾ, ഇവിടെ ഇരട്ട സംഖ്യകളല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ 2 ഒറ്റ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 88. 2 ഒറ്റ സംഖ്യകളുണ്ട്, ആ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 88 ആണെങ്കിൽ ഏതൊക്കെയാണ് ആ ഒറ്റ സംഖ്യകൾ എന്ന് കണ്ടുപിടിക്കണം. എന്താ പരിപാടി? സെയിം പരിപാടി. 88 ഇവിടെ തന്നിരിക്കുന്ന വ്യത്യാസം 88. ആ 88നെ എഴുതുക, അതിനെ 4 കൊണ്ട് ഹരിക്കുക. അങ്ങനെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് ആദ്യത്തെ ഒറ്റ സംഖ്യ ഒറ്റ 1, ഇത് രണ്ടാമത്തെ ഒറ്റ സംഖ്യ ഒറ്റ 2. ഓക്കെ. ഇതിന് നടുവിൽ കിടക്കുന്ന സംഖ്യന് കിട്ടും. അപ്പൊ 88നെ 4 കൊണ്ട് ഹരിക്കാൻ എന്താ എളുപ്പവഴി? 4 കൊണ്ട് ഏത് സംഖ്യനെ ഹരിക്കാൻ? പകുതി എടുക്കുക. 88ന്റെ പകുതി 44. 44ന്റെ പകുതി നമുക്ക് കിട്ടി, അത് 22. അപ്പൊ ഒന്നാമത്തെ ഒറ്റ സംഖ്യ ഏത്? 22ന്റെ മുന്നിൽ കിടക്കുന്ന ആള് 21. രണ്ടാമത്തെ ഒറ്റ സംഖ്യ ഏത്? 22 കഴിഞ്ഞു വരുന്ന ആള്, അത് 23. ഓക്കെ ആണോ? ഇനി ചോദ്യം ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഒന്നിടവിട്ട സംഖ്യകളുടെ ഓക്കെ. ഒന്നിടവിട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ ഒറ്റ സംഖ്യ ആകാം, അല്ലെങ്കിൽ ഇരട്ട സംഖ്യ ആകാം. ഓക്കെ. അപ്പൊ ഒന്നിടവിട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 136. രണ്ടാമത്തെ ഉദാഹരണം. ഓക്കെ. ഒന്നിടവിട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 136 ആയാൽ ഏതാണ് സംഖ്യകൾ? നമുക്ക് കണ്ടുപിടിക്കാം. സെയിം പരിപാടി. 136നെ
4 കൊണ്ട് ഹരിക്കുന്നു. 136നെ 4 കൊണ്ട് ഹരിക്കാൻ 136ന്റെ പകുതി എടുക്കുക. അപ്പൊ 100ന്റെ പകുതി 50, 36ന്റെ പകുതി 18, 50ഉം 18ഉം 68 എന്ന് കിട്ടും. 68. ഓക്കെ, ഇനി കഴിഞ്ഞില്ല, ഒരു വട്ടം പകുതി എടുത്തിട്ടുള്ളൂ, ഒരു വട്ടം കൂടി പകുതി എടുക്കണം. 68ന്റെ പകുതി എടുക്കണം. 68ന്റെ പകുതി എന്ന് പറയുന്നത് 34 ആണ്. 68ന്റെ പകുതി 34. അപ്പൊ മുൻപുള്ള സംഖ്യ ചോദിച്ചാൽ എത്രയാണ് അത്? 34ന്റെ മുമ്പുള്ള ആള് 33. അടുത്ത സംഖ്യ ചോദിച്ചാലോ? ഒന്നിടവിട്ട സംഖ്യ ചോദിച്ചില്ല. അപ്പൊ 34 കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ആൾ ആരാ? 35. ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. 0.125 ഹോൾ ക്യൂബിനെ ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 0.125 ഹോൾ സ്ക്വയർ കിട്ടുക? ഇത് നമുക്ക് ചെയ്യാം. 0.125 ഹോൾ ക്യൂബിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ്, നമുക്കറിയില്ല ഏത് സംഖ്യയാണ്, അപ്പം നമ്മൾ അതിന് എക്സ് എന്ന് എടുക്കുന്നു തൽക്കാലം. അങ്ങനെ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടണം? 0.125ന്റെ സ്ക്വയർ കിട്ടണം. ഓക്കെ, അപ്പോൾ ഈ സംഖ്യ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ആ സംഖ്യനെ അവിടെ നിർത്തും. ആ സംഖ്യയുടെ കൂടെ അധികപ്പറ്റായിട്ടിരിക്കുന്ന ആളുകളെ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും? അപ്പുറത്തേക്ക് തട്ടും. ഓക്കെ, ഇവിടെ ആരെയും അപ്പുറത്തേക്ക് തട്ടേണ്ടത്? 0.125 ഹോൾ ക്യൂബിനെയാണ് തട്ടേണ്ടത്. അപ്പോൾ ഇവിടെ 0.125ന്റെ സ്ക്വയർ ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ ഗുണനം 0.125 ഹോൾ ക്യൂബ് അപ്പുറത്തേക്ക് വരുമ്പോൾ അത് 0.125 ഹോൾ ക്യൂബ് ഹരണമായി മാറും. ഓക്കെ, ഇത് ചെയ്താൽ ഉത്തരായി. എടാ, എ സ്ക്വയർ ബൈ എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? മുകളിൽ 2a ഉണ്ട്, താഴെ 3a ഗുണിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ മുകളിലുള്ള 2aയും താഴെയുള്ള 2aയും തമ്മിൽ വെട്ടിപ്പോയി അത് 1/a എന്നാകും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് a/m ഓൾ ഡിവൈഡഡ് ബൈ a raised to m ഓൾ ഡിവൈഡഡ് ബൈ a raised to n എന്നത് a raised to m മൈനസ് n ആണ് അല്ലേ? അപ്പൊ ഇവിടെ m-ന്റെ സ്ഥാനത്ത് a raised to 2 ഓൾ ഡിവൈഡഡ് ബൈ a raised to 3 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിയടാ? a raised to 2 മൈനസ് 3 ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് a raised to -1 എന്ന് കിട്ടും. a raised to -1നെ നമുക്ക് 1/a എന്ന് എഴുതാം. 1/a എന്ന് എഴുതാം. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കട്ടെ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്കിതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0.125 2 തവണയുണ്ട്. ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നു കേട്ടോ, ആർക്കും കൺഫ്യൂഷൻ വരാതിരിക്കാൻ. താഴെ 0.125 എത്ര തവണ? 3 തവണ ഗുണിച്ചിട്ടുണ്ട്. അപ്പൊ മുകളിലുള്ള 2.125ഉം താഴെ കിടക്കുന്ന 2.125ഉം ക്യാൻസലായി പോകും. ബാക്കി മുകളിൽ ആര് മാത്രമേ ഉള്ളൂ? 1 മാത്രം. താഴെയോ? താഴെ 1.125. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. മുകളിൽ 1, താഴെ 0.125. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ദശാംശ ചിഹ്നമുള്ള സംഖ്യകൾ തമ്മിൽ ഹരിക്കുമ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത്? എവിടെയാണോ ദശാംശ അക്കം കുറവ് അവിടേക്ക് നമ്മൾ കൂടുതലുള്ള എണ്ണ ഇട്ട് കൊടുക്കണം അല്ലേ? അപ്പൊ മുകളിൽ 1 ആണ്. 1-ൽ ദശാംശ അക്കങ്ങളുണ്ടോ? പോയിന്റ് കഴിഞ്ഞിട്ട് ഡിജിറ്റുകൾ ഉണ്ടോ? ഇല്ല. പോയിന്റ് കഴിഞ്ഞിട്ട് ഡിജിറ്റ് ഇല്ല. അപ്പൊ മുകളിൽ ആരുമില്ല. ഇനി താഴെയോ? താഴെ പോയിന്റ് കഴിഞ്ഞിട്ട് 1, 2, 5 എത്ര അക്കങ്ങൾ? താഴെ ദശാംശ അക്കങ്ങളുടെ എണ്ണം 3. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി പോയിന്റ് ഒഴിവാക്കാം. 1/125 എന്ന് എഴുതാം. 1/125 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യണം? എവിടെയാ കുറവ്? മുകളിലാ കുറവ്. എത്ര കുറവ്? 3 അക്കങ്ങൾ, 3 ദശാംശ അക്കങ്ങൾ കുറവ്. അപ്പോ 3 0 വരുന്ന 3 0 ഇട്ട് ഒരു 1 ഇട്ട് 3 0 വരുന്ന 10ന്റെ പവർ കൊണ്ട് ഗുണിക്കണം. 3 0 വരുന്ന 10ന്റെ പവർ അത് 1000. 1 ഇടുക, 3 0 ഇടുക, അത്രേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ എന്ത് ചെയ്യണം? 1000നെ 125 കൊണ്ട് ചെറുതാക്കിയാൽ കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരം. 1000നെ 125 കൊണ്ട് ചെറുതാക്കിയാൽ അത് 8 ആണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒരു സംഖ്യേനെ 4 കൊണ്ട് ഗുണിച്ചു, എന്നിട്ട് അതിനെ 10 കൂട്ടി, അപ്പം 130 കിട്ടി എങ്കിൽ ഏതാണ് ആ സംഖ്യ എന്ന് കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു ചോദ്യം, നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ചോദ്യം കിട്ടിയാൽ നമ്മൾ അതിനെ ആദ്യം എന്ത് ചെയ്യണം? ചെറുതാക്കണം. എങ്ങനെ? കണക്കിന്റെ ഭാഷയിലേക്ക് ചെറുതാക്കണം. ഒരു സംഖ്യ, ആ സംഖ്യ നമുക്കറിയില്ല, എക്സ്. ഇനി എന്ത് പറഞ്ഞിരിക്കുന്നു? അതിനെ 4 കൊണ്ട് ഗുണിച്ചിരിക്കുന്നു, അപ്പൊ 4x. ഒരു 10 കൂട്ടി, അങ്ങനെ കൂട്ടിയപ്പോൾ നമുക്ക് 130 ഉത്തരം കിട്ടിയത്. കണ്ടുപിടിക്കേണ്ടത് ഏതാണ് ആ സംഖ്യ, എക്സിന്റെ വില എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ എക്സിന്റെ വില കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? എക്സിന്റെ കൂടെ അധികപ്പറ്റായി കിടക്കുന്നവരൊക്കെ തട്ടും അപ്പുറത്തേക്ക്, അല്ലേ? ഈ എക്സിന്റെ കൂടെ 4 ചേർന്നിരിക്കുന്നുണ്ട്. തൽക്കാലം 4 അവിടെ ഇരിക്കട്ടെ. ഈ +10 ആദ്യം അങ്ങോട്ട് തട്ടാം. അപ്പൊ 4x ഇവിടെ ഉണ്ട്. അപ്പുറത്ത് ഓൾറെഡി ആരുണ്ടടാ? അവിടെ ഓൾറെഡി ഒരു 130 ഉണ്ട്. ഈ +10 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താണത്? അത് -10 ആകും. ഓക്കെ, അപ്പൊ 4x എന്ന് പറയുന്നത് 130 നിന്ന് 10 കുറച്ചാൽ കിട്ടുന്ന 120 ആണ്. ഓക്കെ, അപ്പോൾ ഒരു എക്സ് എത്രയാ? അല്ലേ? 4 ഗുണനം എക്സ് സമം 120 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഈ ഗുണനം 4 അപ്പുറത്തേക്ക് പോയി, അത് ഹരണം 4 ആകുന്നു. 120നെ 4 കൊണ്ട് ഭാഗിച്ചാൽ കിട്ടുന്നത്, 4 കൊണ്ട് ഹരിക്കാനുള്ള എളുപ്പവഴി എന്താ? ആ ഹരിക്കേണ്ട സംഖ്യയുടെ പകുതി എടുക്കുക, വീണ്ടും പകുതി എടുക്കുക. 120ന്റെ പകുതി എത്രയാ? അത് 60, അല്ലേ? 60ന്റെ പകുതി എത്രയാ? അത് 30. ഉത്തരായി. നമുക്ക് ചെയ്തു നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതാണ് ആ സംഖ്യ 30. അതിനെ 4 കൊണ്ട് ഗുണിച്ചു, 30നെ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 120 കിട്ടും. ഇതുവരെ ക്ലിയറാ? എന്നിട്ട് എന്തും കൂടി ചെയ്തു? 10 കൂട്ടി, 120ന്റെ കൂടെ 10 കൂട്ടിയപ്പോൾ നമുക്ക് 130 കിട്ടിയേ. യെസ്, കിട്ടി, അല്ലേ? അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാം നമ്മുടെ ഉത്തരം എന്താണ്? അത് 30 ആണ്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം ഇങ്ങനെ: 1,00,000-ൽ എത്ര നൂറുകളുണ്ട്? 1,00,000-ൽ എത്ര നൂറുകൾ? നമ്മൾ എന്ത് ചെയ്യും? ഭാഗിക്കും. 1, 10, 100, 1000, 10,000, ലക്ഷം. ഭാഗിക്കണം 100. 1,00,000-ൽ എത്ര നൂറുകൾ? ഈ 2 0 കട്ട് ചെയ്തു, ഈ 2 0 കട്ട് ചെയ്തു, ബാക്കി വരുന്നതാണ് നമ്മുടെ ഉത്തരം. ഉത്തരം 1000, ഓപ്ഷൻ എ. 52ാമത്തെ ചോദ്യം: എക്സും വൈയും ഒറ്റ സംഖ്യയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇരട്ട സംഖ്യ? ഓക്കെ, അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? ഇങ്ങനത്തെ ഒരു ചോദ്യം തന്നാൽ എക്സ് എന്ന് പറയുന്നതിനും വൈ എന്ന് പറയുന്നതിനും ഏതെങ്കിലും ഒരു ഒറ്റ സംഖ്യയുടെ കൊടുക്കുക. ഞാനിവിടെ 1 എന്നും ഇവിടെ 3 എന്നും കൊടുത്തു, ഒറ്റ സംഖ്യകൾ കൊടുത്തു. ഇനി ഇതിൽ ഓരോന്നിലും ഈ വിലയിട്ട് കൊടുത്ത് ചെയ്താൽ മതി. എക്സ് 1 ആണ്. 1/3 ഇരട്ട സംഖ്യയാണോ? ഇല്ലെങ്കിൽ എക്സിന് ഞാൻ 3 എന്നും വൈന് ഞാൻ 1 എന്നും കൊടുത്തു. 3/1 ഇരട്ട സംഖ്യയാണോ? അല്ല. ഓക്കെ, ഇനി എക്സ് ഇൻറ്റു വൈ 3 ഗുണിക്കണം 1 ഇരട്ട സംഖ്യയാണോ? അല്ല. കിട്ടുന്ന ഉത്തരം ഒറ്റ സംഖ്യയാണ്. എക്സ് പ്ലസ് വൈ 3 + 1 ഇരട്ട സംഖ്യയാണോ? ആണ്, അല്ലേ? 4 കിട്ടുക. അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇനി x⁻y, എക്സിന്റെ പവറായിട്ട് 3/1 അത് എന്താണ്? അത് ഒറ്റ സംഖ്യയാണ്. അപ്പൊ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, 2 ഒറ്റ സംഖ്യകളെ കൂട്ടിയാൽ എപ്പോഴും എന്തേ കിട്ടുള്ളൂ? ഇരട്ട സംഖ്യ മാത്രമേ കിട്ടുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള 2 ഒറ്റ സംഖ്യകൾ എടുക്കുക, എന്നിട്ട് അവരെ തമ്മിൽ കൂട്ടി നോക്കുക. അങ്ങനെ 2 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുന്നത് അത് ഇരട്ട സംഖ്യയായിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, നമ്മൾ അങ്ങനെ അടുത്ത ചോദ്യത്തിലേക്ക് എത്തി. 53ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 76,54,325നെ 11 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര എന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന വലിയ സംഖ്യേനെ ഹരിച്ച് സമയം കളയാം. അതല്ലെങ്കിൽ നമ്മൾ ഡിവിസിബിലിറ്റി റൂള്, ഹരണ സാധ്യതാ നിയമം, അതിൽ പഠിച്ചിട്ടുണ്ട് ഇത് ചെയ്യുന്ന വഴി. 7, 6, 5, 4, 3, 2, 5 എന്താണ്? ഒരു സംഖ്യേനെ 11 കൊണ്ട് ഹരിക്കാൻ കഴിയുമെങ്കിൽ
ഒന്നിടവിട്ട സംഖ്യകൾ തമ്മിൽ നമ്മൾ കൂട്ടും അല്ലേ? ഒന്നിടവിട്ട സംഖ്യകൾ തമ്മിൽ നമ്മൾ കൂട്ടും. എന്നിട്ട് അവയിൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കും. അവയുടെ വ്യത്യാസം എടുക്കും. അങ്ങനെ എടുക്കുന്ന വ്യത്യാസം പൂജ്യമോ 11ന്റെ ഗുണിതമോ ആയാൽ ആ മുഴുവൻ സംഖ്യയെ 11 കൊണ്ട് ഹരിക്കാം. ഇതല്ലേ നമ്മൾ പഠിച്ചത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണടാ? ഈ തന്നിരിക്കുന്ന സംഖ്യയിലെ ഒന്നിടവിട്ട അക്കങ്ങളെ തമ്മിൽ നമ്മൾ ഇവിടെ കൂട്ടുന്നു. ഓക്കെ, അങ്ങനെ കൂട്ടിയാൽ 7ഉം 5ഉം കൂട്ടിയാൽ 12, 12ഉം 3ഉം കൂട്ടിയാൽ 15, 15ഉം 5ഉം കൂടി കൂട്ടിയാൽ കിട്ടുന്നത് 20. ഓക്കെ, ഇനി ഒരു സെറ്റും കൂടി ഉണ്ട് കൂട്ടാൻ അല്ലേ? 6ഉം 4ഉം കൂടി കൂട്ടിയാൽ എത്രയാ? 6ഉം 4ഉം കൂടി കൂട്ടിയാൽ 10, 10ഉം 2ഉം കൂടി കൂട്ടിയാൽ കിട്ടുന്നത് 12. ഈ വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ, വലുതിൽ നിന്ന് നമ്മൾ ചെറുത് കുറയ്ക്കുന്നു, ഇവയുടെ വ്യത്യാസം എടുക്കുന്നു. 20ൽ നിന്ന് 12 പോയാൽ നമുക്ക് കിട്ടുന്നത് 8ആണ്. ഓക്കെ, ഇങ്ങനെ കിട്ടുന്നത് 0 ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ 11ന്റെ ഗുണിതമായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഈ മുഴുവൻ സംഖ്യയെ 11 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയും എന്നുള്ളത്. അല്ലെങ്കിൽ ഈ മുഴുവൻ സംഖ്യ എന്നത് 11ന്റെ ഗുണിതമാണ് എന്ന് പറയാൻ കഴിഞ്ഞേനെ. പക്ഷെ നമുക്കിവിടെ 0 അല്ല കിട്ടിയത്, 11ന്റെ മൾട്ടിപ്പിളും അല്ല കിട്ടിയത്, കിട്ടിയത് 8ആണ്. അതിനർത്ഥം ഇതിനെ പൂർണ്ണമായി ഹരിക്കാൻ കഴിയില്ല, ശിഷ്ടം വരും. ആ ശിഷ്ടമാണ് ഈ കിട്ടുന്ന ഉത്തരം, അത് 8. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ 11നേക്കാൾ വലുത് വരാം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 11നേക്കാൾ വലുതാണെങ്കിൽ 11ന്റെ ഗുണിതങ്ങൾ ഏതാ? 11, 22, 33, 44, 55, 66, 77 അങ്ങനെ പോകും അല്ലേ? അപ്പോൾ ഒരേപോലെയുള്ള അക്കങ്ങളൊന്നല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ വലിയ സംഖ്യേനെ 11 കൊണ്ട് വീണ്ടും ഹരിക്കണം, എന്നിട്ട് ശിഷ്ടം എടുക്കണം. ഇവിടെ നമുക്ക് കിട്ടിയത് 11നേക്കാൾ ചെറുതാണ്, അതുകൊണ്ട് ശിഷ്ടം 8ആണ് എന്ന് നമുക്ക് പറയാം. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ? 8. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. തുടർച്ചയായിട്ടുള്ള 5 സംഖ്യകളുടെ തുക 510 ആണെങ്കിൽ നടുവിൽ കിടക്കുന്ന സംഖ്യയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇത് ചെയ്യാനുള്ള എളുപ്പവഴി? തന്നിരിക്കുന്ന തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് നടുവിലുള്ള സംഖ്യ കിട്ടും. 510നെ 5 കൊണ്ട് ഹരിച്ചാൽ, ഓക്കെ, എന്താ 5 കൊണ്ട് ഹരിക്കാനുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹരിക്കേണ്ട സംഖ്യയുടെ ഇരട്ടി എടുക്കുക, 510ന്റെ ഇരട്ടി എടുക്കുക, എന്നിട്ട് അവസാനത്തെ അക്കത്തിന് തൊട്ട് മുൻപായിട്ട് ഒരു പോയിന്റ് ഇടുക. 510ന്റെ ഇരട്ടി എത്രയാ? 500ന്റെ ഇരട്ടി അത് 1000 ആണ് അല്ലേ? 10ന്റെ ഇരട്ടി അത് 20 ആണ്. അപ്പോൾ 1020 ആണ് 510ന്റെ ഇരട്ടി. ഇനി എന്ത് ചെയ്യണം? അവസാനത്തെ ഡിജിറ്റ്, അവസാനത്തെ അക്കത്തിന്റെ മുൻപിൽ ഒരു പോയിന്റ് ഇടണം. അപ്പൊ 102.0 പോയിന്റ് കഴിഞ്ഞ് 0 ആയതുകൊണ്ട് അതിന് വിലയില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ 510നെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് എന്താ? അത് 102 ആണ്. ഇതായിരിക്കും നടുവിൽ വരുന്നത്. നിർഭാഗ്യവശാൽ ആ ഓപ്ഷൻ ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടില്ല. പക്ഷെ ശരിയായ ഉത്തരം 102 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ എളുപ്പവഴിയിലൂടെയാണ് ഇത് ചെയ്തത്. ഇനി ഇതിന്റെ ശരിയായ വഴി, ഇതിന്റെ ലോജിക്ക് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇതിന്റെ ലോജിക്കും കൂടി ഞാൻ പറഞ്ഞു തരാം. തുടർച്ചയായ 5 സംഖ്യകൾ, ആദ്യത്തെ സംഖ്യ x ആണെങ്കിൽ അടുത്തത് എന്താ? അടുത്ത സംഖ്യ എന്തായിരിക്കും? അതിൻ്റെ കൂടെ 1 കൂട്ടുന്നതായിരിക്കും അല്ലേ? x+1 ആയിരിക്കും. ആദ്യത്തെ സംഖ്യ x ആണെങ്കിൽ മൂന്നാമത്തെ സംഖ്യ x+2 ആയിരിക്കും. നാലാമത്തെ സംഖ്യ x+3 ആയിരിക്കും. അഞ്ചാമത്തെ സംഖ്യ അത് x+4 ആയിരിക്കും. ഇവരെ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത്, ഇവരെല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്നത് അത് 510 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. എത്ര എക്സുകൾ? 1, 2, 3, 4, 5 എക്സുകൾ. 5 എക്സുകൾ പ്ലസ് ബാക്കിയുള്ള പൂർണ്ണസംഖ്യകൾ കൂട്ടിയാൽ 1ഉം 2ഉം 3, 3ഉം 3ഉം 6, 6ഉം 4ഉം 10. ഇതാണ് 510. 5x+10 = 510. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നടുവിലുള്ള സംഖ്യയാണ് അല്ലേ? x+2 ആണ്. ഇതാണ് ഒന്നാമത്തേത്, ഇത് രണ്ടാമത്തേത്, ഇത് മൂന്നാമത്തേത്, ഇത് നാലാമത്തേത്, ഇത് അഞ്ചാമത്തേത്. അപ്പൊ നടുവിലുള്ളത് ആരാ? അത് x+2 അല്ലേ? x+2 അല്ലേ?
അപ്പോൾ ഈ 5x+10 നിന്ന് x+2 എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെ? ഇവിടെ രണ്ട് പദങ്ങളുണ്ട്. ആദ്യത്തെ പദം 5x, രണ്ടാമത്തെ പദം 10. രണ്ടിലും പൊതുവായിട്ട് ആരുണ്ട്? രണ്ടിലും പൊതുവായിട്ട് 5 ഉണ്ട് അല്ലേ? അപ്പോൾ 5x-ൽ നിന്ന് ഞാൻ 5-നെ പുറത്തേക്ക് എടുത്താൽ ബാക്കി അവിടെ x മാത്രം. 10-ൽ നിന്ന് 10 എന്ന് പറയുന്നത് 2 ഗുണിക്കണം 5 ആണ്. 2 ഗുണിക്കണം 5 ആണ്. അപ്പൊ 2 ഗുണിക്കണം 5-ൽ നിന്ന് ആ 5-നെ ഞാൻ പുറത്തേക്ക് എടുത്താൽ ബാക്കി അവിടെ ആര് മാത്രം? 2 മാത്രം. ഓക്കെ, ഈ രൂപത്തിലേക്ക് എഴുതാം. അപ്പൊ നമുക്ക് കിട്ടി x+2-നെ കിട്ടി അല്ലെ? x+2-ന്റെ 5 മടങ്ങാണ് 510. എങ്കിൽ x+2 എന്ന് പറയുന്നത് എത്രയാ? 510-നെ 5 കൊണ്ട് ഭാഗിച്ചാൽ കിട്ടുന്നതാണ്. 510-നെ 5 കൊണ്ട് ഭാഗിച്ചാൽ അത് 102 ആണ്. ഓക്കെ, 5-ൽ ഒരു 5, 1-ൽ 5 പോകില്ല. അപ്പൊ നമ്മൾ ആ 0 ഇട്ടു. 10 എന്ന് വായിച്ചു. 10-ൽ എത്ര 5-കൾ? നമുക്കറിയാം, 2 5-കൾ. അങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടുന്ന നടുവിലെ സംഖ്യ അത് 102 ആണ്. അത് ഓപ്ഷനിൽ ഇല്ല. 210, 55, 15, 105 ഉള്ളൂ. ഓക്കെ, പക്ഷെ ശരിയായ ഉത്തരം 102 ആണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 1 മുതൽ 50 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക. 1 മുതൽ 50 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക. നമ്മൾ പഠിച്ചു തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ എന്താണ്? n × n+1 all divided by 2. n എന്താണ്? നമ്പർ ഓഫ് ടേംസ്. 1 മുതൽ 50 വരെ എത്ര എണ്ണൽ സംഖ്യകൾ? 50 എണ്ണൽ സംഖ്യകൾ. അപ്പൊ n-ന്റെ വില എന്താ ഇവിടെ? അത് 50 ആണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ പോരെ? 50 × 51/2 ചെയ്താൽ ഉത്തരമായി. 50-നെ ചെറുതാക്കാം 2 കൊണ്ട്. 50-ന്റെ പകുതി 25. അപ്പൊ എന്ത് ചെയ്താൽ മതി? 51 × 25 ചെയ്താൽ ഉത്തരായി. ഇവിടെയാണ് ഞാൻ 25-ന്റെ ട്രിക്ക് പറയാനുള്ള കാരണം. പലപ്പോഴും 25 കൊണ്ട് ഗുണിക്കുന്ന കണക്കുകൾ നമ്മുടെ മുന്നിലേക്ക് വരും. അപ്പൊ ആ ട്രിക്ക് നമ്മുടെ മനസ്സിലിരിക്കട്ടെ. 51 എഴുതി 2 0 ഇട്ടു. 5100. 5000-ന്റെ പകുതി എത്രയാ? 2500 അല്ലേ? 100-ന്റെ പകുതി എത്രയാ? അത് 50 അല്ലേ? അങ്ങനെ 5100-ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? അത് 2550 അല്ലേ? ഓക്കെ, ഒരു വട്ടം പകുതി കണ്ടാൽ പോരാ, ഒരു വട്ടം കൂടി പകുതി കാണണം. 2550-ന്റെ പകുതി, 2000-ന്റെ പകുതി അത് 1000 അല്ലേ? 500-ന്റെ പകുതി അത് 250 അല്ലേ? 50-ന്റെ പകുതി അത് 25 അല്ലേ? അപ്പൊ 2550-ന്റെ പകുതി എത്ര എന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്ന 1275 ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഇത് പാടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 51 × 25 ചെയ്ത് ഉത്തരം കണ്ടെത്താം. റെഡി? അപ്പൊ നമ്മുടെ ഉത്തരം എന്താ? 1275. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 57-ാമത്തെ ചോദ്യം. ഒരു കന്നുകാലി ചന്തയിൽ കുറെ പശുക്കളും കുറെ മനുഷ്യരുണ്ട്. ആകെ ആ ചന്തയിലെ കാലുകളുടെ എണ്ണം 70 ആണ്. ആകെ തലകളുടെ എണ്ണം 30 ആണ്. എങ്കിൽ മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരം ചോദ്യം റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പാണ്. ഓക്കെ, അപ്പൊ ഇതില് കന്നുകാലികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ, ഇത്തരം ചോദ്യത്തിൽ കന്നുകാലികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു സൂത്രവാക്യമുണ്ട്. കന്നുകാലികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ആകെ കാലുകളുടെ പകുതി എടുക്കണം. ആകെ കാലുകൾ എത്രയാണോ അതിൻ്റെ പകുതി എടുക്കണം. അപ്പൊ കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് നമ്മൾ ആകെ തലകൾ എത്രയാണോ അത് കുറയ്ക്കണം. ആകെ തലകളുടെ എണ്ണം കുറയ്ക്കണം. ഇത് ചെയ്താൽ എന്ത് കിട്ടും? കന്നുകാലികളുടെ എണ്ണം കിട്ടും. നമുക്ക് നോക്കാം. ആകെ കാലുകൾ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? അത് 70 ആണ്. /2 മൈനസ് ആകെ തലകൾ എന്ന് പറയുന്നത് 30 ആണ്. 70-ന്റെ പകുതി എത്രയാണ്? 70-ന്റെ പകുതി അത് 35 അല്ലേ? 35-ൽ നിന്ന് 30 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. അപ്പൊ കന്നുകാലികൾ എത്രയാ? കന്നുകാലികൾ എന്ന് പറയുന്നത് 5 പേരാണ്. 5 കന്നുകാലികളാണ്. എങ്കിൽ മനുഷ്യരുടെ എണ്ണം എത്ര? മനുഷ്യരുടെ എണ്ണം എത്ര? ആകെ തലകൾ 30 ആണ്.
ആ 30-ൽ 5 തലകൾ ആരുടെയാ? 30-ൽ 5 തലകൾ കന്നുകാലികളുടെയാണ്. അപ്പൊ 30-ൽ നിന്ന് 5 കുറച്ചാൽ എന്ത് കിട്ടി? മനുഷ്യരുടെ തലകൾ കിട്ടി. മനുഷ്യരുടെ എണ്ണം കിട്ടും. 25 തലകളും ഉണ്ട്, 25 മനുഷ്യ തലകളും 5 കന്നുകാലികളുടെ തലകളും ഉണ്ട് എന്നാണ് ഈ ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്താ ചോദിച്ചിരിക്കുന്നത്? മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. വ്യത്യാസം 25-ൽ നിന്ന് 5 കുറച്ചാൽ കിട്ടുന്ന 20 മനുഷ്യരുടെ എണ്ണവും കന്നുകാലികളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ അല്ലേ? 25-ൽ നിന്ന് 5 കുറച്ചാൽ കിട്ടിയ 20 ഓപ്ഷനിൽ എവിടെ? ഓപ്ഷനിൽ ദേ കിടക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട്. ആ നോട്ടുകളിലെ നമ്പർ ക്രമമായിട്ടാണ്. ഓക്കെ, തുടർച്ചയായിട്ടുള്ള സീരിയൽ നമ്പറാണ് ആ നോട്ടുകൾക്കുള്ളത്. ആദ്യത്തെ നോട്ടിന്റെ നമ്പർ തന്നിട്ടുണ്ട്, അത് 75 ആണ്. എങ്കിൽ 60-ാമത്തെ 10 രൂപ നോട്ടിൽ കാണുന്ന സീരിയൽ നമ്പർ എത്രയായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നോട്ടിലെ സീരിയൽ നമ്പർ, ക്രമ നമ്പർ എന്ന് പറയുന്നത് 75. അപ്പൊ രണ്ടാമത്തെ നോട്ടിലെ ക്രമ നമ്പർ എത്രയായിരിക്കും? 75 76 അല്ലെ? തൊട്ടടുത്തതാണ്. മൂന്നാമത്തെ നോട്ടിലെയോ അത് 75 77 ആയിരിക്കും അല്ലെ? എങ്കിൽ 10-ാമത്തെ നോട്ടിലെ ക്രമ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ രണ്ടാമത്തെ നോട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ 1 കൂട്ടി, ഇത് 2 കൂട്ടി അല്ലെ? എങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? മൂന്നാമത്തെ നോട്ട് കണ്ടുപിടിക്കാൻ 75 കൂടെ 1 കൂട്ടുന്നത്. മൂന്നാമത്തെ നോട്ടിന്റെ ക്രമ നമ്പർ കണ്ടുപിടിക്കാൻ 75 കൂടെ 2 കൂട്ടുന്നത്. എങ്കിൽ 10-ാമത്തെ നോട്ടിലെ ക്രമ നമ്പർ കണ്ടുപിടിക്കാൻ 75 കൂടെ നമ്മൾ എത്ര കൂട്ടണം? 1 കുറഞ്ഞത് കൂട്ടണം, 9 കൂട്ടണം. ഓക്കെ, 75 കൂടെ 75 കൂടെ 9 കൂട്ടിയാൽ അത് 75 84. 75 84. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒന്നാമത്തെ നോട്ടിന്റെ ക്രമ നമ്പർ 75 ആയാൽ എത്രയാണ്? 60-ാമത്തെ നോട്ടിലെ ക്രമ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 75 കൂടെ 60 കൂട്ടണം എന്ന് എഴുതിയാൽ തെറ്റി. എന്താ കൂട്ടേണ്ടത്? 75 കൂടെ 1 കുറഞ്ഞതാണ് കൂട്ടേണ്ടത്. ഇവിടെയാണ് ചോദ്യം തെറ്റിക്കാനുള്ള സാധ്യത. ഇപ്പൊ എത്ര കൂട്ടേണ്ടത്? 59 കൂട്ടേണ്ടത്. ഓക്കെ, അപ്പൊ 75 പ്ലസ് 59 കൂട്ടിയാൽ 9 5 14, 7 5 12 13, 5 1 6 7. നമ്മുടെ ഉത്തരം 76 34 കിട്ടും. 76 34. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഇനി നോക്കിക്കോ, നിങ്ങൾ ഈ 75 കൂടെ 75 കൂടെ നിങ്ങൾ 60 കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം ചിലപ്പോൾ ഓപ്ഷനിലുണ്ടാവും. 5 7 6 13, 75 3 76. അങ്ങനെ 76 35 നിങ്ങൾക്ക് 60 കൂട്ടിയാൽ കിട്ടുക. അങ്ങേരെ എവിടെ കിടക്കുന്നുണ്ട്? 76 35 ഇതേ കിടക്കുന്നു, ഓപ്ഷൻ സിയിൽ കിടക്കുന്നു. അങ്ങനെ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനാണ് ഞാൻ ഇവിടെ തുടക്കത്തിൽ ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞത്. ഓക്കെ, രണ്ടാമത്തെ നോട്ടിലെ ക്രമ നമ്പർ ചെയ്യാൻ നമ്മൾ 75 കൂടെ 2 കൂട്ടുന്നത്, ആ 2-ൽ നിന്ന് 1 കുറഞ്ഞതാണ്. മൂന്നാമത്തെ നോട്ടിലെ ക്രമ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ 75 കൂടെ 3 കൂട്ടുന്നത്, 3-ൽ നിന്നും 1 കുറഞ്ഞ 2 കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 60-ാമത്തെ നോട്ടിലെ ക്രമ നമ്പർ കണ്ടുപിടിക്കാൻ 75 കൂടെ കൂട്ടേണ്ടത് 60-ൽ നിന്ന് 1 കുറഞ്ഞ 59. ക്ലിയർ ആണ്? എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഒരു കുടുംബത്തിൽ അജയൻ, അയാളുടെ ഭാര്യ, അവർക്ക് 4 ആൺമക്കൾ, അവരുടെ ഭാര്യമാരുണ്ട്. ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികൾ, 2 വീതം പെൺകുട്ടികൾ. എങ്കിൽ ആ കുടുംബത്തിൽ എത്ര ആണുങ്ങൾ? അപ്പൊ തൽക്കാലം നമുക്ക് പെൺകുട്ടികളുടെ എണ്ണം ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഓരോ തലമുറയിലെയും ആൺകുട്ടികളുടെ എണ്ണം മാത്രം എടുത്താൽ മതി. അപ്പൊ ഏറ്റവും ടോപ്പിൽ എത്ര ആണുങ്ങൾ? അജയനും അയാളുടെ ഭാര്യയും ഉണ്ട്. നമുക്ക് ആണുങ്ങളുടെ എണ്ണം മാത്രമേ വേണ്ടൂ. അപ്പോൾ അജയൻ എന്ന് പറയുന്ന ഒരാൾ. ഓക്കെ,
ഇനി ഇവർക്ക് 4 പേരും ആൺമക്കളാണ്. അവരുടെ ഭാര്യമാരുടെ എണ്ണം വേണ്ട. അപ്പോൾ രണ്ടാമത്തെ തലമുറയിൽ 4 ആൺമക്കൾ, ടോട്ടൽ എണ്ണം 4. ഇനിയോ ഓരോ മക്കൾക്കും 3 വീതം ആൺകുട്ടികളുണ്ട്. ഓരോരുത്തർക്കും 3 വീതം ഉണ്ട്. ഓരോരുത്തർക്കും 3 വീതം. ഓരോരുത്തർക്കും 3 വീതം ആൺകുട്ടികൾ. അപ്പോൾ ഇവിടെ ടോട്ടൽ രണ്ടാമത്തെ ജനറേഷനിൽ ആകെ എത്ര പേര് വരും? ഇവിടെ മൂന്നാമത്തെ വരിയിൽ എത്ര പേര് വരും? 3 ഗുണം 4 ആകെ 12 ആൺകുട്ടികൾ ഉണ്ടാകും അല്ലേ? 12 ആൺകുട്ടികൾ ഉണ്ടാവും. അപ്പോൾ ആകെ എത്ര ആൺകുട്ടികൾ? ഈ 1ഉം ഈ 4ഉം ഈ 12 കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കും 12 + 4 + 1 സമം 17. 17 ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം. ഓക്കെ, 853 ഗുണം 1346 ഗുണം 452 ഗുണം 226 ചെയ്താൽ കിട്ടുന്ന ഉത്തരത്തിൽ ആ ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത്? 853 ഗുണം 1346 ഗുണം 452 ഗുണം 226. ഇത് ചെയ്താൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് മൊത്തം ഇരുന്ന് ചെയ്യാൻ എന്തായാലും എക്സാം ഹാളിൽ സമയമില്ല എന്നറിയാം. അപ്പം അതിനെന്ത് ചെയ്യണം? ഓരോ സംഖ്യയുടെയും ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ തമ്മിൽ ഗുണിക്കുന്നു, അവയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കെടുക്കുന്നു. അത് ചെയ്താൽ മതി. ഇപ്പം 3 ഗുണിക്കണം 6 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താ? 3 6 18. 18 മൊത്തം വേണ്ട, അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം എത്രയാ? 8. ഓക്കെ, ഈ 8നെ ഇവിടെ കിടക്കുന്ന ഒറ്റയുടെ സ്ഥാനത്ത് അക്കമായ 2 കൊണ്ട് ഗുണിക്കുന്നു. 8 ഗുണം 2 8ന്റെ ഇരട്ടി, അത് 16 ആണ്. 16ൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ കിട്ടിയ 6നെ അടുത്ത ഒറ്റയുടെ സ്ഥാനത്ത് അക്കം കൊണ്ട് ഗുണിക്കണം. 6 6 36. 36ൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6. അങ്ങനെ ഉത്തരത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര എന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? അത് 6 ആണ്. ഓപ്ഷൻ ഡി ആണ്. 61ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: തുടർച്ചയായി 3 പൂർണ്ണസംഖ്യകളുടെ ഗുണനം എപ്പോഴും ഡാഷ് കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയും. നമ്മൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. തുടർച്ചയായിട്ടുള്ള 3 പൂർണ്ണസംഖ്യകൾ 1 2 3. പിന്നെയോ വേറെ ഏതെങ്കിലും ഒന്നും പറഞ്ഞേ. ഓക്കെ, 1 ഗുണം 2 ഗുണം 3 ഇവയുടെ ഗുണനം എത്രയാ ചെയ്താൽ നമുക്ക് കിട്ടുന്നത്? 6. ഓക്കെ, ഇനി 2 ഗുണം 3 ഗുണം 4. 3 4 12 24. ഇനി അടുത്തത് ഒരു 7 ഗുണം 8 ഗുണം 9. ഇനി 12 ഗുണം 13 ഗുണം 14. ഈ എഴുതുന്നതിൽ തുടർച്ചയായിട്ട് 3 സംഖ്യകളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 3 പൂർണ്ണസംഖ്യകൾ, കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 പൂർണ്ണസംഖ്യകൾ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയി തുടർച്ചയായി 3 പൂർണ്ണസംഖ്യകൾ എഴുതിയാൽ അതിൽ ഉറപ്പായും ഒരാളെങ്കിലും ഇരട്ട സംഖ്യ ആയിരിക്കും, അഥവാ 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ആളായിരിക്കും. നോക്കിക്കേ, ഇതാ ഇവിടെ 2, ഒരാളെങ്കിലും. ഓക്കെ, ഇവിടെ 2ഉം 4ഉം, ഇവിടെ 8, ഇവിടെ 12ഉം 14. അപ്പോൾ 3 എണ്ണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ആളുകൾ എടുത്താൽ അതിനിടയിൽ ഉറപ്പായും ഒരു ഇരട്ട സംഖ്യ ഉണ്ടാകും, അല്ലെങ്കിൽ 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ആളായിരിക്കും. എന്ന് വെച്ചാൽ 3 പൂർണ്ണസംഖ്യകൾ എഴുതിയാൽ അതിൽ ഉറപ്പായും ഘടകമായി 2 വരും. ഓക്കെ, ഇനി തുടർച്ചയായി 3 പൂർണ്ണസംഖ്യകൾ എഴുതിയാൽ അതിൽ വേറൊരാളും കൂടി വരും. ആരാ? 3ന്റെ ഗുണിതം കൂടി വരും. നോക്കിക്കേ, ഇവിടെ 3ന്റെ ഗുണിതമായ 3, ഇവിടെ 3ന്റെ ഗുണിതമായ 3, ഇവിടെ 3ന്റെ ഗുണിതമായ 9, ഇവിടെ 3ന്റെ ഗുണിതമായ 12. അപ്പോൾ ഒരാള് ഉറപ്പായും 3ന്റെ ഗുണിതമായിരിക്കും. എന്ന് വെച്ചാൽ ആ പൂർണ്ണസംഖ്യകളിൽ ഒരാള് 3ന്റെ ഘടകമാകും. ഒരാളിൻ്റെ ഘടകം ഉറപ്പായും 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ
ഇവരുടെ LCM ഇവരെ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന 6 കൊണ്ടായിരിക്കും ഇവയുടെ ഗുണനഫലത്തെ നിശേഷം ഹരിക്കാൻ കഴിയുന്നത്, പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്നത്. നോക്കിക്കേ, 6നെ 6 കൊണ്ട് ഹരിക്കാം, ശിഷ്ടം വരില്ല. 24നെ 6 കൊണ്ട് ഹരിക്കാം, ശിഷ്ടം വരില്ല. ഇവിടെ 9 ഗുണം 8, 9 × 8 72. 72ന്റെ ഇരട്ടി 144നെയും 6 കൊണ്ട് ഹരിക്കാം. പൂർണ്ണമായി ഹരിക്കാൻ, ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയുന്നത് ഏതുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം അത് ഓപ്ഷൻ ബി ആണ്, 6 ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. 2 സംഖ്യകളുടെ ആകെ തുക തന്നിട്ടുണ്ട്, അത് 8 ആണ്. അവയുടെ ഉൽപ്പന്നം തന്നിട്ടുണ്ട്, അത് 15 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകളുടെ പരസ്പര സംഖ്യകളുടെ തുക എത്രയാണ്? ഇപ്പൊ ഇവിടെ പരസ്പര സംഖ്യ എന്ന് പറഞ്ഞാൽ വിൽക്രമ സംഖ്യ എന്ന് അല്ലെങ്കിൽ വിപരീത സംഖ്യ എന്ന് ആലോചിക്കണം. ഓക്കെ, 2 സംഖ്യകളുടെ ആകെ തുക 8. അപ്പോൾ ഒരു സംഖ്യ A എന്നും അടുത്ത സംഖ്യ B എന്നും എടുത്താൽ ആ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 8 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അവയുടെ ഉൽപ്പന്നം, പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഗുണനം, എയും ബിയും തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നത് 15. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവയുടെ പരസ്പര സംഖ്യകൾ, എയുടെ പരസ്പര സംഖ്യ 1/A, ബിയുടെ പരസ്പര സംഖ്യ അതിന്റെ വിൽക്രമം നേരെ തലതിരിയുന്നത് അത് 1/B. ഇവരുടെ തുക എത്ര എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ചെയ്ത് നോക്കിയാൽ 1 ഗുണിക്കണം B അത് B തന്നെ, 1 ഗുണിക്കണം A അത് A തന്നെ, ബൈ പ്ലസ് കിട്ടും. ഇവിടുത്തെ ചിഹ്നം നടുവിൽ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെയും പ്ലസ് ഇടണം. ബൈ A ഗുണിക്കണം B, A × B. ഓക്കെ, B + A എന്ന് പറഞ്ഞാലും A + B എന്ന് പറഞ്ഞാലും തുല്യമല്ലേ? A + B എന്നത് തന്നെയാണ് B + A യും, അല്ലെ? 5 + 3 എന്ന് പറയുന്നത് തന്നെയായിരിക്കും 3 + 5. എങ്ങനെ പരസ്പരം അങ്ങോട്ട് തിരിച്ചു മറിച്ചിട്ട് കൂട്ടിയാലും ഒരേ ഉത്തരാണ് കിട്ടുക. ഓക്കെ, അപ്പൊ B + A നെ ഇനി കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണമെങ്കിൽ ഞാൻ A + B എന്ന് എഴുതാം. ഓക്കെ, താഴെ ആര്? A × B. എടാ, A + B നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാ? അത് 8 ആണെന്ന് തന്നിട്ടുണ്ട്. ബൈ A × B എന്ന് പറയുന്നത് 15 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോ പരസ്പര സംഖ്യകളുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടി എത്ര? അത് 8/15. 8/15 എന്ന് പറയുന്നത് ഓപ്ഷൻ സി. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: 237നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 23,700 കിട്ടി. അപ്പോൾ ഏതാണ് ഹരിച്ച സംഖ്യ? ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ ഒരു എളുപ്പവഴിയുണ്ട്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 237നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 23,700 കിട്ടി. 237നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 23,700 കിട്ടുക? 237 എന്ന് പറയുന്ന സംഖ്യനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 23,700 കിട്ടുക? അതായത് ഇവിടെ നോക്കിക്കേ, 237, ഇവിടെ 237, ഇവിടെ എത്ര പൂജ്യങ്ങൾ? 2 പൂജ്യങ്ങൾ. അപ്പൊ ഏത് സംഖ്യ കൊണ്ടായിരിക്കും ഗുണിച്ചിട്ടുണ്ടാവുക? 2 പൂജ്യമുള്ള സംഖ്യ, അല്ലെ? 100 കൊണ്ടായിരിക്കും ഗുണിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ 237നെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലാണ് 23,700 കിട്ടുക എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരേ ഉള്ളൂ. ഈ സംഖ്യയുടെ വിൽക്രമായിരിക്കും. ഈ സംഖ്യയുടെ നേരെ വിപരീതമായിരിക്കും. 237 ഹരിക്കണം 1/100 കൊണ്ട് ഹരിച്ചാലാണ് 23,700 കിട്ടുക. 23,700 കിട്ടുക. അപ്പൊ 1/100 ഓപ്ഷനിൽ 1/100 ഇല്ല. ഓക്കെ, അപ്പൊ 1/100നെ ദശാംശ രൂപത്തിലേക്ക് മാറ്റണം. 1/100 എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ താഴെ എത്ര പൂജ്യങ്ങൾ? 2 പൂജ്യങ്ങൾ. അപ്പൊ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞ് 2 അക്കങ്ങൾ ഉണ്ടാകും. ഓക്കെ, ഇവിടെ 2 പൂജ്യങ്ങളാണ് താഴെയുള്ളത്. അപ്പോൾ ഉത്തരത്തിൽ ദശാംശ ചിഹ്നം കഴിഞ്ഞ് 2 ഡിജിറ്റുകൾ ഉണ്ടാകും. ഇനി മുകളിൽ ഇരിക്കുന്ന ഡിജിറ്റിനെ അവസാനം കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. 1നെ ലാസ്റ്റ് കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ 0 ഇടുക. ഇവിടെ ഒരു സ്ഥാനമാണ് ഒഴിഞ്ഞു കിടക്കുന്നത്, അപ്പൊ നമ്മൾ അവിടെ 0 ഇട്ടു. അപ്പൊ ഉത്തരം 0.01 ആണ്. 0.01 എന്നുള്ളത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ 2-3 എക്സാമ്പിൾ കൂടി ഞാൻ പറയാം, ഒന്ന് ക്ലാരിറ്റി കിട്ടുമല്ലോ. ഞാൻ ചോദിക്കുകയാണ്, 45നെ
45-നെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 45 കഴിഞ്ഞിട്ടൊരു ഓക്കെ 45 കഴിഞ്ഞിട്ട് ഞാൻ ഒരു 4 പൂജ്യം 1 10 100 1000 15 ലക്ഷം 4.5 ലക്ഷം കിട്ടുന്നു. 45-നെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലാണ് 4.5 ലക്ഷം 4,50,000 കിട്ടുക എന്നാണ് ഞാൻ ചോദിച്ചതെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ? ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ എത്ര പൂജ്യങ്ങൾ ഉണ്ടെന്ന് നോക്കും. ഇവിടെ എത്ര പൂജ്യങ്ങളാ? 4 പൂജ്യങ്ങൾ. നമ്മളിവിടെ ചെയ്യുന്നത് പോയിന്റ് ഇടുന്നു, 4 അക്കങ്ങൾ എഴുതാനുള്ള സ്ഥലം വെക്കുന്നു. 4 അക്കങ്ങൾ എഴുതാനുള്ള സ്ഥലം, അതിൽ അവസാനം കൊണ്ടുപോയിട്ടൊരു 1 ഇടുക. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ 0 ഇടുക. ഇത്രയേ ഉള്ളൂ പരിപാടി. അതേ പരിപാടി വെച്ച് ഇത് ഒന്നും കൂടി ചെയ്ത് നോക്കാം. 237 ഹരിക്കണം ഡാഷ് എന്ന് പറയുന്നത് 237 കഴിഞ്ഞിട്ട് 2 പൂജ്യങ്ങൾ. ഓക്കെ, അപ്പം അതിൻ്റെ ഉത്തരത്തിൽ എന്ത് വരും? ഉത്തരത്തിൽ ഞാനൊരു പോയിന്റ് ഇട്ടു. പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര പൂജ്യങ്ങൾ? 2 പൂജ്യങ്ങൾ ഉള്ളത് കൊണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് 2 അക്കങ്ങൾക്കുള്ള സ്ഥലം ഞാൻ ഒഴിച്ചിട്ടു. അവസാനം പ്ലേസ് ചെയ്യേണ്ടത് ആരെ? അവസാനം ഞാനൊരു 1 പ്ലേസ് ചെയ്തു. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് 0. ഇതാണ് ഉത്തരം. ഇനി ഞാൻ ചോദിക്കട്ടെ, 8-നെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലാണ് എനിക്ക് 8000 കിട്ടുക എന്ന് ചോദിച്ചാൽ ഇനി എളുപ്പത്തിൽ പറയാലോ. ഇവിടെ എത്ര പൂജ്യങ്ങൾ? ഇവിടെ 3 പൂജ്യങ്ങൾ. അപ്പോൾ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞ് 3 ഡിജിറ്റുകൾ ഉണ്ടായിരിക്കും. അതിൽ അവസാനത്തെ ആള് 1 ആയിരിക്കും. അതിന് മുന്നിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ 0 ഇട്ടാൽ നമ്മുടെ ഉത്തരം. അപ്പോൾ ഈ ടൈപ്പിന് ചോദ്യം വന്നു കഴിഞ്ഞാൽ തെറ്റിക്കരുത്. കുറച്ച് ചോദ്യങ്ങൾ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ? പോയിന്റ് 0.1 ഓപ്ഷൻ ബി. അപ്പോൾ നമ്മുടെ 64-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 64-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 100 + 100 ഗുണനം 50 - 2 ഡിവൈഡഡ് ബൈ 3 സമം 51. ഞാനത് ഒന്നും കൂടി എഴുതുന്നു. 100 + 100 ഗുണനം 50 - 2 ഹരിക്കണം 3 സമം 51. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് ശരിയാകണമെങ്കിൽ, ഇതിപ്പോൾ തെറ്റാണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, ബോട്ട്മാസ് റൂൾ പ്രകാരം ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്, ഹരണമാണ്. ഹരണം 2-നെ 3 കൊണ്ട് ഹരിച്ചാൽ 2/3 അതൊരിക്കലും ഒരു പൂർണ്ണസംഖ്യ ആവുകയില്ല. അപ്പൊ 51 കിട്ടില്ല, പോയിന്റ് എന്തോ വരും. അപ്പോൾ ഇതല്ല അതിൻ്റെ ഉത്തരം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇത് തെറ്റാണ്. ഇത് ശരിയാകണമെങ്കിൽ ഇതിലെ ഏതൊക്കെ ചിഹ്നങ്ങൾ പരസ്പരം മാറ്റണം? ഞാനിവിടെ അതിൻ്റെ ക്ലൂ തന്നെ പറഞ്ഞു. ഇവിടെ ഡിവിഷൻ, ഹരണം, നമുക്ക് കിട്ടേണ്ട ഉത്തരം ഒരു പൂർണ്ണസംഖ്യയാണ്. 51 എന്ന് പറയുന്ന പൂർണ്ണസംഖ്യയാണ്. ഇനി 2/3 ചെയ്ത് കഴിഞ്ഞാൽ 2/3 ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് സംതിങ് ആണ് വരിക. അപ്പോൾ ഇവിടെ പൂർണ്ണസംഖ്യ കിട്ടണമെങ്കിൽ ഇത് ഒരു പൂർണ്ണസംഖ്യയാകണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മാറ്റേണ്ടത് ഹരണചിഹ്നമാണ്. ഹരണചിഹ്നം ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക. ഹരണം മാറ്റേണ്ടത് ഭാഗ്യം കൊണ്ട് ഒരേ ഒരു ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ഹരണവും പ്ലസും തമ്മിൽ മാറ്റിയാൽ ശരിയാകും. വേറെ ഹരണമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി, പ്ലസും ഹരണവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. പ്ലസും ഹരണവും. ഇപ്പോൾ ഇവിടെ പ്ലസ് ഉള്ള സ്ഥാനത്ത് ഞാൻ ഹരണം കൊടുക്കുന്നു. 100 ഹരണം 100 ഗുണനം 50 -2. ഓക്കെ, ഇവിടെ എന്താ കൊടുക്കേണ്ടത്? ഹരണത്തിന് പകരം പ്ലസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹരണത്തിന് പകരം ഞാൻ പ്ലസ് കൊടുക്കുന്നു. +3 സമം എത്രയോ എന്ന് നോക്കാം. അത് 51 കിട്ടിയാൽ ശരി. ബോട്ട്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് ഇല്ല, ഓഫ് അല്ലെങ്കിൽ ഓർഡർ ഇല്ല, ഡിവിഷൻ ഉണ്ട്. 100 ഹരണം 100 1. അപ്പോൾ 1 × 50 -2 + 3 എന്നായി. അപ്പോൾ ഡിവിഷൻ കഴിഞ്ഞാൽ ബോട്ട്മാസ് റൂൾ പ്രകാരം അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം ഉണ്ട്. 1 ഗുണനം 50 അത് 50 തന്നെ. അപ്പോൾ 50 - 2 + 3 കിട്ടി. ഇനി അടുത്തത് ബോട്ട്മാസ് റൂൾ പ്രകാരം അടുത്തത് ചെയ്യേണ്ടത് അഡിഷൻ. അപ്പോൾ അഡിഷൻ ഇവിടെ -2 +3 ഉണ്ട്. ഞാൻ പറഞ്ഞു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള പൈസ, 2 രൂപ കടം. +3 എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള പൈസ, 3 രൂപ കയ്യിൽ, 3 രൂപ ധനം. ഓക്കെ, 3 രൂപ കയ്യിലുണ്ട്, 2 രൂപ കൊടുക്കാനുണ്ട്. സോ ബാക്കി എന്ത് വരും? 2 രൂപയെ കടമുള്ളൂ, 3 രൂപ പോക്കറ്റിൽ കിടക്കുക. എന്നാ പിടിച്ചോ നിന്റെ കടം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. ബാക്കി അപ്പോഴും പോക്കറ്റിൽ
പോക്കറ്റിൽ കയ്യിൽ ധനമായി പോസിറ്റീവായിട്ടുള്ളത് 1 രൂപയുണ്ടാവും. അപ്പോൾ അങ്ങനെ 50+1 ചെയ്താൽ കിട്ടുന്ന ഉത്തരം 51. അപ്പോൾ നമ്മൾ 2024 മുഴുവൻ ചോദ്യങ്ങളും ഇതിനോടകം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലാണ് ക്ലാസ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ്സിന് താഴെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. എവിടെയെങ്കിലുമൊക്കെ ക്ലാരിറ്റി കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ പറയുക. ഞാൻ അടുത്ത ക്ലാസ്സിൽ അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾ എക്സ്പെർട്ട് ലെവലിലേക്ക് എത്തുള്ളൂ, സ്പീഡ് കൂടുള്ളൂ. ഓക്കെ, അപ്പോൾ പേടിക്കാതിരിക്കുക. കണക്ക് എന്തോ ഭീകരജീവിയാണെന്ന് പേടിക്കാതിരിക്കുക. നമ്മൾ വൊക്കാബ്സ്പീഡിയുടെ ടീം മുഴുവൻ നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾ നന്നായി പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ 2025 ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.